യേശുക്രിസ്തുവിൻ്റെ ദിവ്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്നത് വഴിയായിട്ട് നാം നമ്മുടെ മനസ്സിൽ യേശു ജനിക്കുന്നു. യേശു നമ്മുടെ മനസ്സിൽ ജനിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? യേശുവിൻ്റെ ജനന രഹസ്യത്തെക്കുറിച്ച് നാം പഠിക്കണം. അതിനായി പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വർഷങ്ങളായ കാത്തിരിപ്പിന് ശേഷം തൻ്റെ 99-ാമത്തെ വയസ്സിൽ അബ്രഹാം ഇസഹാക്കിന് ജീവൻ നൽകി. അവൻ ബാലനായിരിക്കെ ദൈവത്തിൻ്റെ അരുളപ്പാട് മുഖാന്തരം ദൈവത്തിന് വേണ്ടി തൻ്റെ മകനെ ബലി കഴിക്കുവാൻ അബ്രഹാം തീരുമാനിച്ചു. അവൻ്റെ വലിയ മനസ്കതയിൽ തൃപ്തനായ ദൈവം തൻ്റെ ഏകജാതനായ മകനെ നീ എനിക്ക് വേണ്ടി തരുവാൻ തീരുമാനിച്ചതിനാൽ നിന്റെ സന്തതി മുഖാന്തരം ഈ ലോകം രക്ഷിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. അങ്ങനെയാണ് ദാവീദിൻ്റെ ഗോത്രത്തിൽ മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായത്. നമ്മുടെ ഹൃദയത്തിലും യേശു ജനിക്കണമെങ്കിൽ നാം ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിലെ കുശുമ്പും മത്സരബുദ്ധിയും അസൂയയും പകയും വിദ്വേഷവും വർഗീയവാദവും ചേരിതിരിക്കലും ഇവയെല്ലാം മാറ്റി, ജഡത്തിൻ്റെ ഫലങ്ങളെ എല്ലാം മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ നാം ഓരോരുത്തരും തുനിയണം. അതുവഴിയായിട്ട് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നൽകുന്നു, നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷം പകരുവാൻ അതിടയാക്കുന്നു. ഈ വർഷം ക്രിസ്മസ് നമുക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കി.